പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിലെ സെപ്റ്റി ടാങ്ക് പൊട്ടി മാലിന്യം കല്ലടയാറ്റിലേക്ക് ഒഴുകിയിറങ്ങുന്ന കാഴ്ചയാണിത്. സെപ്റ്റി ടാങ്ക് പൊട്ടിയിട്ട് ദിവസങ്ങളായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ അധികാരികൾക്ക് കഴിഞ്ഞില്ല എന്നത് ഇവിടേക്കെത്തുന്ന യാത്രക്കാരെയും കട ഉടമകളെയും ഒരുപോലെ രോഷാകുലരാക്കിയിരിക്കുകയാണ്. ഈ ദുർഗന്ധം സഹിച്ചാണ് KSRTC കോംപ്ലക്സിലെ ജീവനക്കാർ, കട ഉടമകൾ തുടങ്ങിയവർ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നത്. ഇതുകൂടാതെ ഇതിനടുത്തായുള്ള പാചകപ്പുരയുടെ പ്രവർത്തനങ്ങൾക്കും ഇത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ആഹാരം തന്നെ വിഷമയമാകാനും അതുവഴി ഭക്ഷ്യവിഷബാധയ്ക്കും ഇത് കാരണമായി തീരും. പുനലൂർ കുടിവെള്ള പദ്ധതിയുടെയും കുരിയോട്ടുമല കുടിവെള്ള പദ്ധതിയുടെയും പ്രധാന സ്രോതസ്സാണ് കല്ലടയാർ. ഇവിടേക്കാണ് ഈ മാലിന്യം നിക്ഷേപിക്കപ്പെടുന്നത്. ഇതിലൂടെ മഞ്ഞപ്പിത്തം, കോളറ, ഡെങ്കു തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾക്ക് ഇത് കാരണമാകുമെന്നും ജനങ്ങൾ പറയുന്നു. ഈ സംഭവം പലതവണ ജനങ്ങൾ ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടും അവർ ഇത് അറിഞ്ഞമട്ട് കാണിച്ചിട്ടില്ല. ഇതറിഞ്ഞിട്ടും ക്ലീൻ സിറ്റി മാനേജർ ഉറങ്ങുകയാണോ, ഉറക്കം നടിക്കുകയാണോ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. പുനലൂർ നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൗൺസിലറും ഇതൊക്കെ അറിഞ്ഞിട്ടും ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് എന്നാണ് ജനങ്ങളുടെ മറ്റൊരു ചോദ്യം. മുനിസിപ്പാലിറ്റി വന്നിട്ടോ അതിൻ്റെ ഹെൽത്ത് വന്നിട്ടോ സവറ വരെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പം ഇതെന്ന് പറയാൻ പുഴുക്കളരിക്കുക. ഈ വെള്ളം അങ്ങോട്ട് പോകില്ലെന്ന് പറയുമ്പം മുനിസിപ്പാലിറ്റി എന്ത് ശിക്ഷ നമ്മൾ കൊടുക്കണം? നമ്മുടെ നിയമത്തിൽ എന്ത് ശിക്ഷ? അവർ പറയുന്നു വേസ്റ്റ് വലിച്ചെറിയല് എന്നും പറയുന്നുണ്ട്. നമ്മളെന്തെങ്കിലും വേസ്റ്റ് വലിച്ചെറിഞ്ഞാൽ നമുക്ക് കേസ് എത്ര 5000 50,000 അവർ പറയുന്നുണ്ട്. അതായത് പുനലൂർ മുനിസിപ്പാലിറ്റിക്ക് നമ്മൾ കൊടുക്കേണ്ട ശിക്ഷ എന്താണ്? മറ്റെവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ പൊട്ടുന്നതിന് ഒരു നിമിഷം മുമ്പ് തന്നെ സ്ഥലത്തെത്തി കാര്യപരിപാടികളിലേക്ക് കടക്കുന്ന ഈ അധികാരികൾ സംഗതിയുടെ ഗുരുതരമായ കിടപ്പുവശം അറിയാത്തതുപോലെയാണ് ഇവരുടെ പ്രവൃത്തികൾ എന്നാണ് ആക്ഷേപം ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.